ഏവർക്കും സ്വാഗതം, വണക്കം. ഈ വീഡിയോയിൽ യേശു നടത്തിയ വളരെ ആശയഗാംഭീര്യമുള്ള ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയുടെ പൊരുൾ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നതാണ് ലാക്കാക്കിയിരിക്കുന്നത്. ഇവിടെ എനിക്ക് ആമുഖമായ ഒരു കാര്യം സൂചിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. യേശുവിൻ്റെ വാക്കുകൾക്ക് നാം കൽപ്പിക്കേണ്ട ആഴവും സാധ്യതകളും നാം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ കാര്യം അതിനോട് യാന്ത്രികമായ ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ വാക്കുകളോട് നമുക്ക് പരിചയമുണ്ട്, യേശുവിൻ്റെ മനസ്സിനോട് നമുക്ക് പരിചയമില്ല. അത് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടവും ദാരിദ്ര്യവുമാണ്. അത് തിരിച്ചറിയുവാൻ ഈ കാലത്ത് ഏവരും കൂട്ടാക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. അതായത് യേശുവിൻ്റെ വാക്കുകളെപ്പറ്റി നമുക്ക് പരിചയമുണ്ടെങ്കിലും യേശുവിൻ്റെ മനസ്സിനെ പരിചയപ്പെടുവാൻ നാം കൂട്ടാക്കിയിട്ടില്ല. അതാണ് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ ആത്മീകമായ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം. അതിന് ശമനം വരത്തക്കവണ്ണം ഈ സംരംഭം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരു ലളിതവും സുപ്രധാനവുമായ ഒരു ഉദാഹരണം എന്ന പോലെ നിങ്ങൾ ഈ വീഡിയോയുടെ ഉള്ളടക്കത്തെ പരിഗണിക്കണമെന്ന് കൈക്കൊള്ളണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കുറഞ്ഞ പക്ഷം ഒരു അരനൂറ്റാണ്ടെങ്കിലും ഈ ലളിതമെന്ന് തോന്നാവുന്ന പ്രസ്താവനകളോട് നിരന്തരമായി മല്ലിട്ടിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ഇതിൻ്റെ വിവിധമായ ആശയതലങ്ങൾ എനിക്ക് വെളിപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഓരോ ഘട്ടം കടക്കും തോറും എൻ്റെ മനസ്സ് എപ്പോഴും എന്നോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു, ഇപ്പോഴും എത്തിയിട്ടില്ല, ലക്ഷ്യം കണ്ടിട്ടില്ല, ഇനിയും അധിക ദൂരം സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സഞ്ചാരം തുടർന്നു. ആ തുടർച്ചയുടെ ഫലമായി എന്നിൽ ഉദിച്ചു വരുന്ന തിരിച്ചറിവുകളുടെ ചില അംശങ്ങളാണ് സവിനയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നമുക്ക് ഈ അന്വേഷണം ഒരുമിച്ച് നിർവഹിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് യേശു പറഞ്ഞാൽ നാം അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആക്ഷരികമായി അത് മനസ്സിലാക്കുന്നത് തികച്ചും അപ്രസക്തമാണ്, അർത്ഥശൂന്യമാണ് എന്ന് നമുക്കറിയാം. ഇത് പ്രതീകാത്മകമായ ഒരു പ്രസ്താവനയാകയാൽ അതിനെ പ്രതീകാത്മകമായി മാത്രം പരിചയപ്പെടുകയും മനനം ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആശയത്തിൻ്റെ വെളിച്ചം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രകടമായ സത്യം ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന യേശുവിൻ്റെ പ്രസ്താവന നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് മാത്രം അന്വേഷിച്ചാൽ വേണ്ടതുപോലെ വെളിപ്പെട്ട് വരികയില്ല. അതിന് ആത്മീകമായൊരു ബുദ്ധി ആർജിക്കേണ്ട ആവശ്യമുണ്ട്. ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ ലൗകികമായി നമുക്ക് ലഭിച്ച പരിശീലനം കൊണ്ട് യേശുവിൻ്റെ പ്രതീകാത്മകമായ പ്രസ്താവനകളുടെ ചുരുളഴിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നത് വളരെ കൃത്യമായി നാം തിരിച്ചറിയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ നാം ആക്ഷരികമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് അപ്പുറത്ത് കടന്ന് ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കും. ഇവിടെ ആദ്യമായി ഒരു പ്രമാണം, ഒരു പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ആശയങ്ങളെ അന്വേഷിച്ചുള്ള തീർത്ഥയാത്രയുടെ മധ്യത്തിൽ വളരെ അർത്ഥവത്തായി, ഒരുപക്ഷെ എൻ്റെ വഴികാട്ടിയായി എന്നെ എപ്പോഴും സഹായിച്ചിട്ടുള്ളൊരു മർമ്മമാണ് നാം മനസ്സിലാക്കുന്ന വിധം
നമ്മുടെ ബോധതലങ്ങളുടെ വളർച്ചയെ അനുസരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കെയിൽ ഓഫ് അവർ പെർസെപ്ഷൻ. ഇപ്പം നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു എക്സ്റേ കൊടുത്താൽ അതിന് ഒന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. വേണ്ട, ഒരു MA ഡിഗ്രി, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിച്ചത്, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം പ്രാപിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു എക്സ്റേ ഫിലിം കൊടുത്താൽ അവന് എട്ടും പൊട്ടും മനസ്സിലാകത്തില്ല. കാരണം അത് മനസ്സിലാകത്തക്കവണ്ണം അവൻ്റെ തിരിച്ചറിവിൻ്റെ വലിപ്പം, തിരിച്ചറിവിൻ്റെ സാധ്യത വലുതായിട്ടില്ല, വളർന്നിട്ടില്ല. ദ റേഞ്ച് ഓഫ് ഹിസ് പെർസെപ്ഷൻ. അപ്പം അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പല പ്രസ്താവനകളെയും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത് നമ്മുടെ പരിമിതി കൊണ്ടാണ്. എന്നാൽ അത് തിരിച്ചറിയുന്നതിന് പകരം യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഞങ്ങളിപ്പോൾ ആധുനിക ലോകത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊന്നും ഈ കാലത്ത് പ്രസക്തമല്ല എന്ന നിലപാടെടുത്താൽ അത് വലിയ നഷ്ടം വിളിച്ചു വരുത്തുവാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് ദയവായി തിരിച്ചറിയണമേ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു മർമ്മമാണ്. വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേഞ്ച് ഓഫ് അവർ പെർസെപ്ഷൻ. ഇപ്പോൾ കലയെപ്പറ്റി അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനെ പറ്റി ഒരു വിവരവുമില്ലാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ രാജ രവിവർമ്മയുടെ ഒരു ചിത്രം, അദ്ദേഹം വരച്ച ചിത്രങ്ങൾ കാണിച്ചാൽ ആ പറയുന്ന വ്യക്തി വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കൂടുതലത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുകയാണ്. ഈ മർമ്മം എപ്പോഴും നാം ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വെളിച്ചമായി, മനുഷ്യരുടെ പ്രത്യാശയായി ഈ ലോകത്തിൽ ജീവിക്കുകയും നന്മ മാതൃകയും ചെയ്ത് ദൈവഹിതം നിറവേറ്റിക്കൊണ്ടേയിരുന്ന യേശുവിനെ കണ്ടപ്പോൾ അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്ന് മഹാപുരോഹിതൻ തീരുമാനിക്കാൻ കാരണം അവൻ അത്രമാത്രമേ ബോധമുണ്ടായിരുന്നുള്ളൂ എന്നതാണ്. എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ആശയം ഏതാണ്ട് വേണ്ടതുപോലെ സ്പഷ്ടമായി കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അന്നത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാസ് ഒരു അന്വേഷണ ബുദ്ധിയുള്ള മത നേതാവായിരുന്നുവെങ്കിൽ, വേണ്ട ജനങ്ങളെ അല്പമെങ്കിലും കരുതുന്നൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ, ഈ മനുഷ്യൻ 3-3.5 വർഷം ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുകയും അവർക്ക് ചെയ്ത അത്ഭുതകരമായ ശുശ്രൂഷകൾ എന്ത് എന്ന് ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് അവനെ പറ്റിയുള്ള എൻ്റെ ധാരണ അയ്യോ തെറ്റായി പോയി എന്ന് തിരിച്ചറിയാനുള്ളൊരു സാധ്യതയുണ്ടാകുമായിരുന്നു. പക്ഷെ ഉണ്ടാക്കാത്തതിൻ്റെ കാര്യം അവൻ്റെ മനസ്സ് മിക്കവാറും എല്ലാ മത നേതാക്കന്മാരുടെ മനസ്സ് പോലെ വളരെ സങ്കുചിതമായിരുന്നു എന്നതുകൊണ്ടാണ്. അത് മതത്തിൻ്റെ പൊതുവായ പ്രശ്നമായി നാം മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് യേശു ക്രൂശിൽ എന്ന് പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. മതമേഖലയിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഒട്ടുമുക്കാലും അജ്ഞത കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ് എന്നത് ഈ തരുണത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. അതിനു മുമ്പ് യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം യേശുവിൽ വസിക്കുകയും യേശു നമ്മളിൽ വസിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രാവർത്തികമായ വ്യത്യാസം, പ്രാക്ടിക്കൽ ഡിഫറൻസ് എന്താണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദ റേഞ്ച് ഓഫ് ആ പെർസെപ്ഷൻ, നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആ തോത് വളരെ വർദ്ധിക്കും. യേശുവിൻ്റെ കണ്ണിൽ കൂടെ നാം ലോകത്തെയും മനുഷ്യരെയും സാഹചര്യങ്ങളെയും സാധ്യതകളെയും കാണുമ്പോൾ നാം വേറൊരു വ്യക്തിത്വം പ്രാപിക്കും. അത് ന്യായമാണ്, അത് സത്യമാണ്, അങ്ങനെ തന്നെ സംഭവിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ തന്നെ അനുഭവിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, നിങ്ങൾ മീൻ പിടിക്കുന്നവരാണ്,
എന്താണ് മീൻ പിടിക്കുന്നവരും മനുഷ്യരെ പിടിക്കുന്നവരുള്ള വ്യത്യാസം? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാറ്റിനെയും ഗ്രഹിക്കുവാൻ നാം ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ, ദ റേഞ്ച് ഓഫ് ആ പെർസെപ്ഷൻ, അത് തീരെ സങ്കുചിതമാണെങ്കിൽ മനുഷ്യനെ കണ്ടാലും മീൻ പിടിക്കുന്ന പോലെ മാത്രമേ അവരോട് ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ അല്പം പോലും പ്രയാസമുണ്ടാകേണ്ട ന്യായമില്ല. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ സംഭവിക്കുന്നത് എന്താണ്? അത് പ്രാവർത്തികമായി മനസ്സിലാക്കിയാൽ അവനുടനെ വാ വിളിച്ച് ഹല്ലേലൂയ പറയുമെന്നോ അല്ലാതെ ഇരുന്ന് മറുഭാഷ അലറുമെന്നോ അല്ല. ഇത് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വലിയ വലിയ പേക്കോലം, പേ പിടിച്ച തെറ്റിദ്ധാരണയാണിത്. അങ്ങനെ ഒന്നുമില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ക്രിസ്തു അവനിൽ വസിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? അവൻ്റെ അല്പത്തരത്തിൽ നിന്ന് അവന് വിടുതൽ സംഭവിക്കും. അതുകൊണ്ട് അവൻ ആ നിമിഷം മുതൽ അവനെയും ലോക യാഥാർത്ഥ്യങ്ങളെയും ദൈവികമായ സാധ്യതകളെയും കാണുന്ന വിധത്തിൽ വിപ്ലവാത്മകമായ പരിവർത്തനമുണ്ടാകും. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വിപ്ലവം എന്ന് ഞാൻ മനസ്സിലാക്കാം. ഇതിനപ്പുറത്ത് ഒരു ആത്മീയ സത്യമില്ല തന്നെ. അതുകൊണ്ട് യേശു പറഞ്ഞ വാക്കുകൾ 100% സത്യമാണെന്നും അർത്ഥവത്താണെന്നും ഞാൻ ആത്മാർത്ഥമായ ആഴത്തിൽ വിശ്വസിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി തന്നെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതുകൊണ്ട് അങ്ങനെ ആയാൽ നിങ്ങൾ അധിക ഫലം കായ്ക്കുമെന്ന് യേശു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ യുക്തിയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നാം യേശുവിലായാൽ നമ്മുടെ അല്പത്തരത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. നമുക്കറിയാം, യേശു പറഞ്ഞു, ഞാൻ ബദ്ധിതരെ വിടുവിക്കാൻ വന്നതാണ്. ആരാണ് ആത്മീയമായ അടിമത്തത്തിൽ കഴിയുന്നത്? അല്പത്തരമാണ് ആത്മീയമായ അടിമത്തമെന്ന് നിങ്ങളെ ആരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. അല്പത്തരം തന്നെയാണ് ആത്മീയമായ അടിമത്തം. ആ അല്പത്തരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ നാം എങ്ങനെയാണ് യേശുവിനെ അറിയുന്നുവെന്നോ അംഗീകരിക്കുന്നുവെന്നോ അനുധാവനം ചെയ്യുന്നുവെന്നോ അവകാശപ്പെടാൻ സാധിക്കും? അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, മനുഷ്യരാശിയുടെ, പ്രത്യേകിച്ച് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആവശ്യമായി നാം ഇന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അല്പത്തരത്തിൽ നിന്നുള്ള വിടുതലാണ്, മോചനമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയമായ മോചനം. അതുകൊണ്ട് അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ ശ്രമിക്കാം. ഇപ്പോൾ യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇപ്പോൾ നമ്മുടെ ആൾദൈവങ്ങൾ നൽകുന്ന അനുഗ്രഹങ്ങൾ പോലെയാണ്. അമേരിക്കയിൽ പോകാൻ വിസ, ഇസ്രയേലിൽ പോകാൻ ടിക്കറ്റ്, ഇവിടെയുള്ളവർക്ക് കാറ്, അവിടെയുള്ളവർക്ക് മണിമാളിക, അപ്പുറത്തുള്ള ആളുകൾക്ക് അവരുടെ ദുരാഗ്രഹം മുഴുവൻ സാധിച്ചു കൊടുക്കുക, അതൊന്നുമല്ല. യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ, is the enlargement of the scale of our perception. നാം ലോക യാഥാർത്ഥ്യങ്ങളെയും നമ്മുടെ തന്നെ അവസ്ഥകളെയും കാണുന്നതിൽ വരുന്ന വിപ്ലവാത്മകമായ രൂപാന്തരമാണ്. അതിൻ്റെ തോതിൽ, അതിൻ്റെ സാധ്യതകളിൽ വരുന്ന വിപ്ലവാത്മകമായ വളർച്ചയാണ്, രൂപാന്തരമാണ്. ഇതാണ് പുതിയ സൃഷ്ടിയുടെ യഥാർത്ഥ സ്വഭാവം, ദ ഹോൾമാർക്ക് ഓഫ് ദ ന്യൂ ക്രിയേഷൻ. ഇത് തന്നെയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ അത് സംഭവിക്കാത്തിടത്തോളം കാലം മനുഷ്യൻ അന്ധനാണ്. അതുകൊണ്ടാണ് മത മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരെ പരാമർശിക്കുമ്പോൾ യേശു പറയുന്നത്, മതത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ എപ്രകാരമായിരിക്കുന്നു, അന്ധനെ വഴി കാണിക്കുന്ന ഒരവസ്ഥയിലാണ് മതത്തിൽ മനുഷ്യനായിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഞാനല്ല, നസ്രയനായ യേശുവാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? മതപരമായ അവസ്ഥ എന്താണ്? മറന്നു പോകരുത്, സംശയിക്കേണ്ട. അന്ധനെ വഴി കാണിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം, നമ്മുടെ അവസ്ഥ എന്ന് ദയവായി തിരിച്ചറിയാം. അതുകൊണ്ട് നാം യേശുവിലായാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം
നമ്മുടെ അല്പത്തരത്തിൽ നിന്നുള്ള വിടുതലാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ അത് കുറച്ചുകൂടെ പ്രാവർത്തികമായി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യം. എങ്ങനെയാണ് ഈ അല്പത്തരം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? നമ്മുടെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയാതെ നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധ്യമല്ല. അത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ വ്യക്തമായി സ്ഥിതി ചെയ്യുന്നൊരു തത്വമാണ്. നമ്മുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നാം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മാത്രമേ അത് ദൈവം നമുക്ക് നൽകുകയുള്ളൂ എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും നിന്റെ ഇപ്പോഴത്തെ ചിന്താഗതി, നിന്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ നിന്റെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വലിയ മാറ്റം സംഭവിക്കും. അതിനനുസരിച്ച് നീ ദൈവത്തോട് അപേക്ഷിക്കും. ദൈവം നിന്റെ ആവശ്യങ്ങൾ നിനക്ക് നിർവഹിച്ചു തരും. അതാണ് എൻ്റെ അർത്ഥം. നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യങ്ങൾ എന്താണ്? നമ്മുടെ ആത്മീയമായ അല്പത്തരത്തെ മാത്രം വെളിപ്പെടുത്തുന്ന താല്പര്യങ്ങളും നിലപാടുകളുമേ നമുക്ക് ഇന്നുള്ളൂ. എന്നാൽ അത് അല്പത്തരമാണ് തിരിച്ചറിയാൻ പോലുമുള്ള ഗ്രാഹ്യം, സുബോധം ഇല്ലാതെ പോകുന്നു. അതെങ്കിലും തിരിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഉള്ളടക്കം വെളിപ്പെടുത്തുമ്പോൾ പറയുന്നത്, ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നതാണ്. അതാരാണ് കുരുടന്മാർ? എല്ലാവരും കുരുടന്മാരാണ്. ആത്മീകമായ കുരുടന്മാരാണ്. ഭൗതികമായ കുരുടന്മാരെ പറ്റി അല്ല ഇവിടെ പറയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. കാരണം ഇത് ആക്ഷരികമായ പ്രസ്താവനയല്ല, ഇത് പ്രതീകാത്മകമായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ ആത്മീകമായ കണ്ണുപൊട്ടന്മാരെ പറ്റിയാണ് യേശുവിടെ പറയുന്നത്. ആരാണ് ആത്മീകമായ കുരുടന്മാരാരാണ്? ഈ അല്പത്തരത്തിൽ ആണ്ടുപോയവർക്ക് അവിടെ അല്പത്തരം കൊണ്ട് തന്നെ പലതും കാണാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീരും. അതായത് മഹനീയമായ സാധ്യതകൾ, ദൈവീകമായ സാധ്യതകൾ, അത്ഭുതമായ സാധ്യതകൾ അവരുടെ ചെറിയ ചെറിയ സ്വയത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ഈ ബൃഹത്തായ ദൈവികമായ പ്ലാനും പദ്ധതിയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കണ്ണുപൊട്ടന്മാരായിരിക്കുന്ന അവസ്ഥ. അവരുടെ കണ്ണ് തുറക്കാനാണ് ഞാൻ വന്നത് എന്നാണ് യേശു പറയുന്നത്. അങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കും. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എനിക്ക് തോന്നുന്നു 18-ാം അധ്യായത്തിലാണ്, 17-ാം അധ്യായത്തിലോ 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഒരു പരീശനും ശാസ്ത്രിയും പ്രാർത്ഥിക്കാൻ പോകുന്ന വായിക്കുന്നുണ്ട്. പരീശൻ നമ്മുടെ കണ്ണ് തുറക്കത്തില്ല. അവൻ പറയുന്നത്, ഞാൻ ലോകത്തിലേക്ക് മഹാനാണ്. അവൻ്റെ അല്പത്തരം കൊണ്ടാണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ് എന്ന് അവന് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. എന്നാൽ അവൻ്റെ കൂടെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുന്ന പരീശനോ ചുങ്കക്കാരനോ അവൻ്റെ അവസ്ഥയുടെ പാപ്പരത്വം തിരിച്ചറിഞ്ഞത് കൊണ്ട് അവൻ വിടുതൽ പ്രാപിച്ച് ന്യായീകരിക്കപ്പെട്ടവനായ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയെന്ന് യേശു പറയുന്നത്. അതൊക്കെ വളരെ വളരെ അർത്ഥമേറിയ വെളിപ്പെടുത്തലുകളാണ്. വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ ദാനം, അതായത് നമ്മുടെ കണ്ണ് തുറന്നു തരുന്നു, തൽഫലമായി നമ്മുടെ അല്പത്തിൽ നാം തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നമ്മളിലുണ്ടായി നാം ആ ദിശയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ അത്ഭുതവഹമായ രൂപാന്തരം ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും ഈ ഉള്ളവനില്ല. അപ്പം ഇത് വ്യക്തമായി ധരിക്കുക. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് യേശുവിൻ്റെ പ്രസ്താവന, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കൈകൂപ്പി ചോദിക്കട്ടെ, അല്പത്തരത്തിൽ ആണ്ട് കിടക്കുന്ന വ്യക്തികൾക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി തീരാൻ സാധിക്കുമോ? നിങ്ങൾ ദയവായി ചിന്തിക്കുക. അല്പത്തരം, ഇന്ന് ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്താണ്? അല്പത്തരം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി വിശ്വഗുരുവാണ് എന്നൊക്കെ പറഞ്ഞു നടന്നു. ഇപ്പം അത് മിണ്ടാറില്ല. കാരണം ഈ അല്പത്തരം കൊണ്ട് വിശ്വഗുരുവാനൊക്കത്തില്ല. അതിനേക്കാൾ ശ്രദ്ധേയമാണ് അല്പത്തരത്തിലാണ്ട് കിടക്കുന്ന ഒരു ജനതയ്ക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ വ്യക്തിപരമായോ കൂട്ടമായോ സാധ്യമല്ല എന്ന വളരെ വ്യക്തമായ സുതാര്യമായ മർമ്മം തിരിച്ചറിയുക. അതുകൊണ്ടാണ് നമ്മുടെ അല്പത്തരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച നാം ആത്മീകമായി വളരുകയും തൽഫലമായി
ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇനിയും നാം വളരെ വളരെ സ്പഷ്ടമായി മനസ്സിലാക്കേണ്ടത്, ഇത് ഏതാണ്ട് വലിയ കാര്യമൊന്നുമല്ല, ഇത് ഏതാണ്ട് മലമറിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് പ്രകൃതിയുടെ മർമ്മമാണ്. ഇത് ഞാൻ ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. സത്യം പറഞ്ഞാൽ 50 വർഷം അന്വേഷിച്ചിട്ടും മനസ്സിലാക്കാത്ത ഓരോ കാര്യങ്ങൾ ഈ കാലങ്ങളിൽ എൻ്റെ മനസ്സിൽ പൂക്കൾ വിരിയുന്നത് പോലെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ പ്രകൃതിയെ ഇപ്പോൾ നോക്കുമ്പോൾ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കതൊന്ന് ഒന്ന് നോക്കാം. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒരു വൃക്ഷം മണ്ണിൽ വേരൂന്നി നിൽക്കുന്നു. ആ മണ്ണിൻ്റെ ഗുണവും മണവും നമുക്കറിയാം. ആ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് ആ വൃക്ഷം നല്ല മധുരമുള്ള ഫലം പുറപ്പെടുവിക്കുന്നത്? അതൊരു അത്ഭുതം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. അപ്പോൾ ആ മണ്ണിനോടുള്ള ബന്ധത്തിൽ നിന്ന്, ആ മണ്ണിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രുചിയുള്ള പോഷകങ്ങളടങ്ങിയ മാധുര്യമേറിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പ്രകൃതിയുടെ മർമ്മമാണെങ്കിൽ, അതുപോലെ തന്നെ നാം ഓരോരുത്തരും ദൈവകരങ്ങളാൽ ഈ ലോകമെന്ന് പറയുന്ന പ്രകൃതിയിൽ നട്ട വൃക്ഷങ്ങളാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ ഏറ്റവും ഉദാത്തമായി തീരും. നമുക്കറിയാം, മനുഷ്യർ തിന്നാൻ കൊള്ളാത്ത ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അത് തിന്നാൽ, അതിൻ്റെ ഫലം തിന്നാൽ മരിച്ചു പോകും. എന്നാൽ മനുഷ്യന് ഏറ്റവും നന്മ ചെയ്യുന്ന ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളാണ് ഭൂരിപക്ഷവും. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ വെളിച്ചമാണ് ഫലം. ഫ്രൂട്ട് ഈസ് ദ ലൈറ്റ് ഓഫ് നേച്ചർ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ആ ഫലം കായ്ക്കുന്നതാണ് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുമെന്ന് പറയുന്നതും നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ അധിക ഫലം കായ്ക്കുമെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ ഈ ലോകത്തോട് ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസം വന്ന് അതേ ലോകത്തോട് തന്നെ നിങ്ങൾ ബന്ധം പുലർത്തുമ്പോൾ ഇന്നലെ വരെ നിങ്ങൾ പുറപ്പെടുവിച്ച ഫലമല്ല, അതിൽ നിന്ന് വളരെ വളരെ ഉദാത്തമായ, അത്യുന്നതമായ, മഹത്തേറിയ ഫലം പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ഉദാഹരണം പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. നമുക്കറിയാം, യേശു സക്കായിയുമായി ബന്ധം പുലർത്തി. ഇപ്പോൾ സക്കായി ഒരു പുരോഹിതനെ കണ്ടിരുന്നെങ്കിൽ പുരോഹിതൻ ചോദിക്കും, സക്കായി, നീ ദശാംശമൊന്നും ഇക്കാലത്ത് കൊടുക്കത്തില്ല അല്ലേ? നീ ഇത്ര പിശുക്കനായപ്പോഴുള്ള സക്കായി, ഇത്രയും ധനമൊക്കെ ഉണ്ടായിട്ട് എന്തിനാ ഇതൊന്നും കൊണ്ട് നീ അങ്ങോട്ട് പോകും? ഇത് ഇവിടെ പുഴുത്തു പോകത്തില്ല, അതിനൊക്കെ പള്ളിക്ക് വല്ലതും കൊടുത്തുകൂടെ എന്ന് മാത്രമേ പറയൂ. എന്നാൽ ആ സക്കായിയുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യൻ വിറങ്ങലിച്ച് ഏതാണ്ട് ചത്ത ശവം പോലെ ഇരിപ്പുണ്ട് എന്ന് തിരിച്ചറിയുവാൻ പുരോഹിതന് സാധ്യമല്ല. അത് യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വം സക്കായി എന്ന് പറയുന്ന മണ്ണിനോട് ബന്ധം പുലർത്തിയാൽ അതിൽ നിന്ന് നല്ല ഫലം കായ്ക്കും. അതുകൊണ്ടാണ് സക്കായിയുടെ വ്യക്തിത്വം രൂപാന്തരപ്പെട്ട് ഇന്ന് ഈ വീടിന് രക്ഷവെന്നു എന്ന് യേശു സാക്ഷീകരിക്കത്തക്കവണ്ണം ഒരു വലിയ അത്ഭുതാവഹമായ മാറ്റം സംഭവിക്കുന്നത് നാം അവിടെ കാണും. അതാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുക എന്ന് പറഞ്ഞ അർത്ഥം. നാം ലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ തൽഫലമായി ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരി സ്ത്രീയുമായ സംവാദം നടത്തും. അതേ കുളക്കരയിൽ വെച്ച് 6 പുരുഷന്മാർ അതിനു മുമ്പ് കണ്ടതാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് അവളെ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷെ യേശു അവളെ കണ്ട് അവളോട് ഇടപെട്ടത് കൊണ്ട് അവിടെ ഉള്ളിൽ ഒരു വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി, റെസറക്ഷൻ ഉണ്ടായി.
അതാണ് ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് ഉദാഹരണമായി നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഇടയിൽ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ വിളക്ക് കത്തിക്കാറുണ്ട്. വിളക്ക് എന്താണ് ഈ വിളക്ക് കത്തിക്കുന്നത് ആരും ചിന്തിക്കാറില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ നിലവിളക്ക് കത്തിക്കുന്നത്, അല്ലെ എന്തെങ്കിലും വിളക്ക് കത്തി എന്തിനാണ്, ആർക്കും അറിയില്ല. അങ്ങനെ ചെയ്യണമെന്നാരോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അർത്ഥമറിയാതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ. എന്നാൽ ഇവയ്ക്കൊക്കെ അർത്ഥമുണ്ട്. ആ വിളക്ക് കത്തിക്കുമ്പോൾ എണ്ണയുണ്ട്, തിരിയുണ്ട്, അത് നാം കാണുന്നു. പിന്നെ കാണാത്ത പ്രാണവായുവുണ്ട്, ഓക്സിജനുമുണ്ട്. ഈ 3 പദാർത്ഥങ്ങളിൽ നിന്നാണ് വെളിച്ചമുണ്ടാകുന്നത്. എണ്ണയും തിരിയും ഓക്സിജനും വെളിച്ചമുള്ളതല്ല. ആ വെളിച്ചമില്ലാത്ത വസ്തുക്കൾ വെളിച്ചമായി തീരത്തക്കവണ്ണം അവയോട് ബന്ധം പുലർത്തുവാൻ, ആ സാഹചര്യത്തോട് ബന്ധം പുലർത്തി അവിടെ വെളിച്ചം പകരുന്നൊരു വ്യക്തിത്വം ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക്, ദൈവത്തെ അറിയുന്ന എല്ലാവർക്കും, ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും ഉണ്ടാകണമെന്നതാണ് ദൈവഹിതം. അത് തിരിച്ചറിയാതെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, അല്ലെ യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വെറും ശബ്ദങ്ങളാക്കി നാം അധപ്പതിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യേശുവിൽ ആയിത്തീരുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വരുന്ന ഏറ്റവും മഹനീയമായ വ്യതിയാനം, മാറ്റം, രൂപാന്തരം, അത് ആത്മീയമായ വെളിച്ചം പുറപ്പെടുവിക്കും. വെളിച്ചം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന നല്ല സാധ്യതകളെ വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്ന് വിചാരിക്കും. എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ആ ഉദാഹരണം അങ്ങ് പറയാം. 2 സാധ്യതകളുണ്ട്. ആ സ്ഥാപനത്തോട് ഞാൻ ബന്ധം പുലർത്തുമ്പോൾ തൽഫലമായി ആ സ്ഥാപനം അന്ധകാരത്തിൻ്റെ കേളിരംഗമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. അല്ല, ആ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ കൂടെ ദൈവികമായ വെളിച്ചം പുറപ്പെടുവിക്കാനും എനിക്ക് സാധിക്കും. ആ ദർശനത്തിൽ പ്രവർത്തിക്കുന്ന ആത്മീയ വ്യക്തിത്വം രൂപീകരിക്കുക എന്നതാണ് ഒരു സഭയുടെ കടമ. ഇപ്പൊ മാർത്തോമാ സഭയുടെ ആപ്തവാക്യം എന്താണ്? ലൈറ്റ് ടു ലൈറ്റൻ. മാർത്തോമാ സഭയിലെ ഏതെങ്കിലും മെത്രാനോടോ കത്തനാരോടോ അല്ലെങ്കിൽ വിശ്വാസികളോടോ ചോദിക്കണം, ഇതിന്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥം നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും അർത്ഥവത്തായ ഒരു ആപ്തവാക്യമാണ്, പക്ഷേ അതവിടെ എഴുതി വച്ചിരിക്കുന്നുവെന്നല്ലാതെ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് ദയവായി ചിന്തിക്കും. എൻ്റെ അറിവിലില്ല, ഇല്ലേ ഇല്ല. ഇത് നമ്മുടെ അവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ഉത്ബോധനങ്ങൾ, അവയുടെ ആത്മീകമായ അർത്ഥതലങ്ങളെ പരിചയപ്പെട്ട് വളരെ ഭയഭക്തിയോടെ ആത്മാവിൻ്റെ ദാഹത്തിൽ സ്വീകരിക്കുകയും മനനം ചെയ്യുകയും അവയുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ, വിശ്വാസി എന്ന വാക്കല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ധന്യത എന്ന് ഞാൻ സാക്ഷീകരിക്കുകയാണ്. അപ്പോൾ ഒരു ചെടിക്ക്, ഒരു മരത്തിന് ഭൂമിയോട് ബന്ധം പുലർത്താതെ പഴങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നന്മ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല, പ്രകടിപ്പിക്കാൻ സാധ്യമല്ല എന്നതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ കൂടെ അല്ലാതെ അവൻ്റെ വ്യക്തിത്വത്തിൽ മറഞ്ഞു കിടക്കുന്ന, നിർജീവമായിരിക്കുന്ന, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നന്മകളെ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല. പക്ഷേ ദുഃഖകരമായ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പകരമാണ് വ്യക്തികളെ സഭകളോടുള്ള ബന്ധത്തിലേക്ക് വഴി നടത്തും. യേശുവിനെ അങ്ങ് മാറ്റിവെക്കുക, സഭയുടെ പാരമ്പര്യം, സഭയുടെ രീതികൾ, സഭയുടെ സംരക്ഷണം, സഭയുടെ സമ്പത്ത്, സഭയുടെ അഭിമാനം, സഭയുടെ പാരമ്പര്യം, ഇതിനപ്പുറത്തൊന്നും നമുക്കില്ല. സഭയാണ് നമ്മുടെ ബിംബാരാധനകരാണ് നാം. അതുകൊണ്ടാണ് യേശുവിന് ഇടമില്ലാത്തത്. ലൗദോക്യ സഭയിൽ മാത്രമല്ല, കേരളത്തിലെ ഒരു സഭയുടെയും ഉള്ളിൽ പ്രവേശിക്കാൻ കർത്താവ് യേശു ക്രിസ്തുവിന് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങോട്ട് ചെന്നാൽ യേശുവിനെ മുട്ടടിച്ച് ഒടിച്ച് കയ്യിൽ കൊടുക്കും. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു സഭയെ നിങ്ങളോട് പറയില്ല,
നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ് എന്ന് ആരും തന്നെ നിങ്ങളോട് പറയില്ല, നാളിതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നാം വാസ്തവത്തിൽ അത്ഭുതപരതന്ത്രരായി പോകും. എത്രയോ ഉദാത്തമായ ദർശനമാണ്, എത്രയോ ആവേശജനകമായ ഉൾക്കാഴ്ചകളാണ്. ഇവയൊക്കെയും നമ്മുടെ സമൂഹം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അതീവ ദുഃഖമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നാം ഏത് അവസ്ഥയിലായാലും, ആരോട് ബന്ധപ്പെട്ടാലും, ഏത് സംരംഭത്തിൻ്റെ അംശങ്ങളായാലും നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അവിടെയൊക്കെയും മറഞ്ഞു കിടക്കുന്ന നല്ല സാധ്യതകളെ, ദൈവീകമായ സാധ്യതകളെ അതിൻ്റെ ഏറ്റവും പരിപൂർണമായ തോതിൽ വെളിപ്പെടുത്തത്തക്കവണ്ണം ഞാൻ എപ്രകാരമാണ് ഇതിൽ പങ്കെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്, അധ്വാനിക്കേണ്ടത് എന്നതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ താല്പര്യം, നമ്മുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ലക്ഷ്യം സത്യമായി ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ പ്രാകൃത മനുഷ്യ സ്വഭാവത്തിൽ കൂടെ സാധ്യമല്ല. അത് സാധ്യമാകണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. അങ്ങനെ ആത്മീകമായ ഫലം കായ്ക്കുമ്പോൾ നിങ്ങൾ വലിയ പരസ്യമൊന്നും ചെയ്യേണ്ട, ലോകം തിരിച്ചറിയും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇന്ന് ലോകം നിങ്ങളോട് പറയും നിങ്ങൾ ഞങ്ങളുടെ വെളിച്ചമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചമാണ്.